ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ലാസ്റ്റ് സൺഡേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ആ ദിവസം കല്ലമ്പുറം പള്ളിയിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതിനുള്ള റീസൺ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അന്നേ ദിവസം കുരിശുപള്ളിയുടെ പെരുന്നാളായിരുന്നു. ഈ പള്ളിയുടെ മുന്നിലുള്ള കുരിശുപള്ളിയുടെ പെരുന്നാളായിരുന്നു. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രദക്ഷിണം ഈ കുരിശുപള്ളിയിലോട്ടാണ് പോയത്. അവിടെ വെച്ച് ധൂപപ്രാർത്ഥന നടത്തിയതിന് ശേഷം കൈമുത്തും പിന്നീട് നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ നെയ്യപ്പമായിരുന്നു കേട്ടോ നേർച്ച. അത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്മുവിൻ്റെ വകയായിരുന്നു കഞ്ഞി വഴിപാട്. ഇപ്പോൾ അമ്മു 8 month കെയറിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മച്ചിയുടെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. ഇത് അമ്മ ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മുവിനെ അവളെ മാമയുടെ വീട്ടിലാക്കിയിട്ട് ഞാനും അച്ചാച്ചനും ആൻറ്റിയും മമ്മിയും പിള്ളേരെ കൂടിയിട്ട് പാലക്കാട്ടേക്ക് പോവാണ്. അതായിരുന്നു ഞങ്ങൾ കല്ലുംപുറത്തേക്ക് പോകാൻ കാരണം. പള്ളി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ പോവുക ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മാമിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വലിയ പപ്പട ചാത്താണ്. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ മാമിക്ക് പോകാൻ ടൈമായിട്ടുണ്ടായിരുന്നു. ട്രെയിന് 3 മണിക്കായിരുന്നു. അങ്ങനെ അപ്പു പോണ വഴിക്ക് മാമനെ അവിടെ കൊണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചുറ്റമൊക്കെ നടന്നു. അപ്പോൾ ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. അപ്പോൾ അതൊക്കെ കണ്ടു. കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടെ ചായ കുടിച്ചു. പിന്നെ മഴക്കാർ വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും തിരിച്ച് നേരം വൈകില്ലെത്താൻ അമ്മൂനോട് ആക്കിയിട്ടില്ല പോയത്. അങ്ങനെ വലിയ മമ്മിയുടെ അടുത്ത് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. അച്ചാച്ചനും മമ്മി കൂട്ടെ. അപ്പോൾ അച്ചാച്ചനെ പോകാൻ സമ്മതിക്കുന്നില്ല വലിയ മമ്മി, പോകണ്ടെന്നാണ് പറയുന്നത്. ലച്ചു ഒന്ന് ഉമ്മയൊക്കെ കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആ വരണ വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കല്ലുംപുറത്ത് എത്തിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് തിരിച്ച് ചാലശ്ശേരിക്ക് വരിക ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.